ആകാശവാണി. നമസ്കാരം. ലേബർ കോഡുകൾ സംബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. തൊഴിൽ രംഗത്ത് പുതിയ പരിഷ്കരണങ്ങൾക്ക് തുടക്കമിട്ടാണ് കേന്ദ്ര സർക്കാർ 4 ലേബർ കോഡുകൾ വിജ്ഞാപനം ചെയ്തത്. ഗിഗ് തൊഴിലാളികൾക്ക് സാർവത്രിക സാമൂഹിക സുരക്ഷ, പരിരക്ഷ, എല്ലാ ജീവനക്കാർക്കും നിർബന്ധിത നിയമന ഉത്തരവ്, നിയമപ്രകാരമുള്ള മിനിമം വേതനം, സമയബന്ധിതമായ ശമ്പള വിതരണം എന്നിവ ഉറപ്പുവരുത്തുന്നതാണ് 4 ലേബർ കോഡുകൾ. രാജ്യത്ത് പ്രാബല്യത്തിൽ വന്ന 4 പുതിയ ലേബർ കോഡുമായി ബന്ധപ്പെട്ട കരട് ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ച എതിർപ്പുകളും അഭിപ്രായങ്ങളും പങ്കുവയ്ക്കാൻ 45 ദിവസത്തെ സമയവും അനുവദിച്ചു. രാജ്യത്ത് നിലനിൽക്കുന്ന ദശാബ്ദങ്ങൾ പഴക്കമുള്ള തൊഴിൽ നിയമങ്ങൾക്ക് പകരമാണ് 2025 നവംബർ 21 മുതൽ പുതിയ ലേബർ കോഡ് നിലവിൽ വന്നത്. സ്ത്രീകൾക്ക് വിപുലമായ അവകാശങ്ങളും സുരക്ഷയും പരിഷ്കരണത്തിന്റെ ഭാഗമാണ്. സുരക്ഷാ ക്രമീകരണങ്ങളോടെ സ്ത്രീകൾക്ക് രാത്രികാല ഷിഫ്റ്റ് ജോലി അനുവദിക്കും. 40 വയസ്സിന് മുകളിലുള്ളവർക്ക് വാർഷിക ആരോഗ്യ പരിശോധന, രാജ്യം മുഴുവൻ പ്രാബല്യമുള്ള ESI പരിരക്ഷ, ഏക രജിസ്ട്രേഷൻ എന്നിവ ഇതിന്റെ ഭാഗമാണ്. തൊഴിൽ നിയമചരിത്രത്തിൽ നിർണായക വഴിത്തിരിവായി കണക്കാക്കപ്പെടുന്ന ഈ തൊഴിൽ നിയമങ്ങൾ രാജ്യത്തിന്റെ വികസന യാത്രയിൽ സുപ്രധാന വഴിത്തിരിവാവുകയാണ്. ലിംഗവിവേചനം നിയമപരമായി നിരോധിച്ച് തുല്യ ജോലിക്ക് തുല്യവേതനം ഉറപ്പാക്കിയതാണ് ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത. കരാർ ജീവനക്കാരുടെയും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ജോലി ചെയ്യുന്നവരുടെയും ഉൾപ്പെടെ തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നുണ്ട്. വേതനം, സാമൂഹിക സുരക്ഷ, തൊഴിലിടത്തിലെ സുരക്ഷ, ആരോഗ്യ, തൊഴിൽ സാഹചര്യങ്ങളിലെ മാറ്റങ്ങളടക്കമാണ് പുതിയ നിയമം നിലവിൽ വരുന്നത്. നിയമം ചരിത്രപരമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടിരുന്നു. हमने दर्जनों लेबर कोड्स को सिर्फ 4 कोड्स में समेट लिया है. ये भारत के इतिहास के सबसे बड़े लेबर रिफॉर्म्स में से एक है. जब पॉलिसी क्लैरिटी आती है तो मैन्युफैक्चरिंग को भी नया विश्वास मिलता है. വേതന കോഡ് 2019, വ്യാവസായിക ബന്ധ കോഡ് 2020, സാമൂഹിക സുരക്ഷാ കോഡ് 2020, തൊഴിൽ സുരക്ഷ, ആരോഗ്യം, ജോലി സാഹചര്യം എന്നിവ സംബന്ധിച്ച കോഡ് 2020 എന്നിങ്ങനെ 4 നിയമസംഹിതകളാണ് പ്രാബല്യത്തിൽ വന്നത്. ഇതോടെ ഇതുവരെ വേർതിരിച്ചു നിന്നിരുന്ന 29 കേന്ദ്ര തൊഴിൽ നിയമങ്ങൾ ഒരു ഏകീകൃത ചട്ടക്കൂടിലേക്ക് മാറി. തൊഴിൽ നിയമങ്ങൾ ലളിതവും കാര്യക്ഷമവുമാക്കുകയും തൊഴിൽ സൗഹൃദവും നിക്ഷേപ സൗഹൃദവുമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുകയാണ് ലക്ഷ്യം. തൊഴിൽ നിയന്ത്രണങ്ങളിൽ ആധുനികവത്കരണം സാധ്യമാക്കാനും തൊഴിലാളി ക്ഷേമം ശക്തിപ്പെടുത്താനും മാറ്റത്തിന് വിധേയമായ തൊഴിൽ ലോകവുമായി സമകാലിക തൊഴിലവസരങ്ങളെ സമന്വയിപ്പിക്കാനും ഉദ്ദേശിക്കുന്നു. ഇതിലൂടെ ആത്മനിർഭർ ഭാരത് ആശയങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ഭാവി സജ്ജമായ തൊഴിൽ വ്യവസ്ഥയ്ക്കും ശക്തമായ വ്യാവസായിക പരിതസ്ഥിതിക്കും സുദൃഢമായ അടിത്തറ പാകുന്നവയാണ് ഈ നിയമപരിഷ്കാരങ്ങൾ. പുതിയ തൊഴിൽ നിയമങ്ങൾ മികച്ച തൊഴിൽ രീതികൾ പ്രോത്സാഹിപ്പിക്കുമെന്നും മെച്ചപ്പെട്ട സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുമെന്നും കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ അഭിപ്രായപ്പെട്ടു. നിലവിലെ തൊഴിൽ നിയമങ്ങൾ ലളിതമാക്കിയാണ് 4 തൊഴിൽ കോഡുകളായി തരംതിരിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി. വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ളതാണ് ലേബർ കോഡുകളെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ അഭിപ്രായപ്പെട്ടു. कोई भी क्षेत्र हो जहां महिलाएं काम करती हो, ये प्लांटेशन क्षेत्र हो या तो कोई भी व्यवसायिक क्षेत्र हो, वहां उसको समान वेतन मिले, उसकी हेल्थ की चिंता करी जाए, उसका रहने, उसके बच्चे के लिए ट्रेज की व्यवस्था हो और उसको मैटरनिटी की फैसिलिटी मिले और हाइजेनिक सिचुएशंस में काम कर पाए. ये बहुत आवश्यक होता है. ये 4 हेतुओं को सिद्ध करने के लिए 4 लेबर कोड को लागू करा है. महिलाओं की भागीदारी की भी सुनिश्चितता की गई है ताकि उनके हित में या तो लेबर और प्लांटेशन वर्कर्स और प्लांटेशन के मालिक यानी कि चाय बागान के मालिक, उसके बीच में कोई डिस्प्यूट ना हो और उसके बीच में बातचीत करने के लिए एक कमेटी का गठन करा जाए और एक कमेटी में महिलाओं की भी उपस्थिति हो, ये आवश्यक है.
ये हमने ये लेबर कोड में आइडेंटिफाई करा है। സ്വാതന്ത്ര്യത്തിനു മുമ്പും സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിന്റെ ആദ്യ ദശകങ്ങളിലും രൂപീകരിക്കപ്പെട്ടതാണ് ഇന്ത്യയിലെ ഭൂരിഭാഗം തൊഴിൽ നിയമങ്ങളും. ലോകത്തെ മിക്ക പ്രധാന സമ്പദ് വ്യവസ്ഥകളും സ്വന്തം തൊഴിൽ നിയമങ്ങളെ ആധുനിക ആവശ്യങ്ങൾക്കനുസരിച്ച് നവീകരിക്കുകയും ഏകീകരിക്കുകയും ചെയ്തപ്പോൾ 29 കേന്ദ്ര തൊഴിൽ നിയമങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന വിഘടിതവും സങ്കീർണവും പലയിടത്തും കാലഹരണപ്പെട്ടതുമായ വ്യവസ്ഥകൾക്ക് കീഴിലാണ് ഇന്ത്യ തുടർന്നും പ്രവർത്തിച്ചതെന്നും തൊഴിൽ ഉദ്യോഗ മന്ത്രാലയം സൂചിപ്പിക്കുന്നു. അതിനുള്ള പരിഹാരമാണ് പുതിയ തൊഴിൽ നിയമങ്ങൾ. ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആവശ്യാനുസരണം ജോലി ചെയ്യുന്ന എല്ലാ തൊഴിലാളികൾക്കും സാമൂഹിക സുരക്ഷാ പരിരക്ഷ ലഭിക്കും. തൊഴിലുടമകൾ ഇപ്പോൾ അവരുടെ വേതനത്തിന്റെ 0.65% EDLI പദ്ധതിയിലേക്ക് സംഭാവന ചെയ്യേണ്ടി വരും. ഓൺലൈൻ പ്ലാറ്റ്ഫോം മുഖേനയുള്ള ജോലികൾക്കും ഇത് ബാധകമാണ്. പുതിയ തൊഴിൽ പരിഷ്കാരങ്ങൾ തന്നെപ്പോലെയുള്ള ഗിഗ് തൊഴിലാളികൾക്ക് ഏറെ ഗുണകരമാകുമെന്ന് ഊബർ ഡ്രൈവറായ നിഖിൽ കൃഷ്ണ. ഇപ്പോൾ അടുത്തിടെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ ലേബർ കോഡ്, അതിൽ ഞങ്ങളെപ്പോലെയുള്ള ഗിഗ് വർക്കേഴ്സിനെ ആദ്യമായിട്ട് ഉൾപ്പെടുത്തിയതായിട്ട് അറിയാൻ കഴിഞ്ഞു. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഇത്രയും നാൾ ഈ രീതിയിലുള്ള ഒരു ആനുകൂല്യങ്ങളും ഞങ്ങൾക്കില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പം നിലവിൽ ഇതുവരെ നമുക്ക് അങ്ങനെ ഈ ഗിഗ് വർക്കേഴ്സ്, അതായത് ഇപ്പം ഞാൻ ഊബർ ഓടാൻ തുടങ്ങിയിട്ട് 2 വർഷത്തിന് പുറത്തായി, നമ്മുടെ പ്രതിഫലം വാങ്ങിക്കുക വരിക എന്നുള്ള ഇതിൽ കവിഞ്ഞ് നമുക്ക് യാതൊരുവിധ ആനുകൂല്യങ്ങളും ഇല്ലായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം വന്നതിന് സത്യം പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഇത് കിട്ടുമ്പോൾ നമുക്ക് കുറെ കൂടെ ഒരു സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ ജോബിൽ എന്തെങ്കിലും ഇപ്പം ഒരു അപകടം എന്തെങ്കിലും പറ്റി നമുക്ക് എന്തെങ്കിലും ഒരു ഡിസേബിൾ ആവുക അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാലും നമ്മുടെ ഫാമിലി അതുവഴി സെക്യൂർ ആവും എന്നുള്ള ഒരു ചിന്തയുണ്ട്. ഇപ്പൊ നോർമലി നമ്മളൊരു ഇൻഷുറൻസ് അല്ലാത്തൊരു ഹെൽത്ത് ഇൻഷുറൻസോ കാര്യങ്ങളോ നമ്മൾ എടുക്കുന്നെങ്കിൽ പോലും ഇപ്പം ഏജും കാര്യങ്ങളും വെച്ചിട്ടുള്ള പ്രീമിയം ഒക്കെ ഇപ്പൊ വളരെ കൂടുതൽ തന്നെയാണ്. അപ്പം എന്തുകൊണ്ടും നമുക്കതൊരു നല്ലൊരു നടപടിയാണ്. വിവിധ തൊഴിൽ നിയമങ്ങളിലുടനീളം ഒന്നിലധികം രജിസ്ട്രേഷനുകൾ, ലൈസൻസുകൾ, റിട്ടേണുകൾ എന്നതിനു പകരം ഒറ്റ രജിസ്ട്രേഷൻ, അഖിലേന്ത്യാടിസ്ഥാനത്തിൽ ഒറ്റ ലൈസൻസ്, ഒറ്റ റിട്ടേൺ എന്ന വ്യവസ്ഥയും കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാ തൊഴിലാളികളും PF, ESI, ഇൻഷുറൻസ് എന്നിവയുൾപ്പെടെ എല്ലാ സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങൾക്കും അർഹരായിരിക്കും. എല്ലാ തൊഴിലാളികൾക്കും നിയമപരമായ മിനിമം വേതനം നൽകണം. എല്ലാ മാസവും 7-ാം തീയതിക്കുള്ളിൽ ശമ്പള വിതരണം നിർബന്ധമാക്കും. 40 വയസ്സിന് മുകളിലുള്ള എല്ലാ തൊഴിലാളികൾക്കും തൊഴിലുടമകൾ സൗജന്യ വാർഷിക ആരോഗ്യ പരിശോധന ലഭ്യമാക്കണം. ESI പരിരക്ഷ ഇനി 10-ൽ താഴെ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾക്ക് സ്വമേധയായും അപകടകരമായ പ്രക്രിയകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ജീവനക്കാരനെങ്കിലുമുള്ള സ്ഥാപനങ്ങൾക്ക് നിർബന്ധിതവുമായിരിക്കും. അതുവഴി സമയബന്ധിതമായ രോഗപ്രതിരോധ ആരോഗ്യ സംരക്ഷണ സംസ്കാരം വളർത്തിയെടുക്കും. ഇനി മുതൽ യഥാസമയം വേതനം നൽകാൻ തൊഴിലുടമകൾ നിർബന്ധിതരാണെന്ന് തിരുവനന്തപുരം ജില്ലാ കോടതിയിലെ അഭിഭാഷകനായ ജിത്തു S. ബാബു ആകാശവാണി വാർത്തകളോട് വ്യക്തമാക്കി. പുതിയ കോഡിൽ വന്ന ഒരു മാറ്റം എന്നത് ഗ്രാറ്റുവിറ്റി നിയമത്തെ സംബന്ധിച്ചാണ്. കോൺട്രാക്ട് എംപ്ലോയീസിനെയും ഗ്രാറ്റുവിറ്റി നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തി 1 വർഷം ജോലി ചെയ്യുന്ന കോൺട്രാക്ട് എംപ്ലോയീസിനും ഗ്രാറ്റുവിറ്റി നൽകണമെന്ന വ്യവസ്ഥ പുതിയ ലേബർ കോഡിൽ പറഞ്ഞിരിക്കുന്നു. ആയത് ചെറിയ സ്ഥാപനങ്ങളിലും IT സ്ഥാപനങ്ങളിൽ ജോലി നോക്കുന്നവർക്കും വലിയൊരു ആശ്വാസമാകും. മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട്, എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്ട് എന്നീ നിയമങ്ങളിലും സമഗ്രമായ തൊഴിലാളി അനുകൂല മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സ് ഉള്ള തൊഴിലാളികൾക്ക് വേണ്ടി നാഷണൽ സോഷ്യൽ സെക്യൂരിറ്റി ബോർഡ്, സ്റ്റേറ്റ് അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് ബോർഡ് എന്നീ സ്ഥാപനങ്ങൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. എല്ലാ തൊഴിലാളികൾക്കും സൗജന്യ വാർഷിക ആരോഗ്യ പരിശോധന നൽകുക, 10-ഓ അതിലധികമോ കുടിയേറ്റ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അന്തർ സംസ്ഥാന കുടിയേറ്റ തൊഴിലാളിയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾക്ക് ബാധകമാക്കുക എന്നീ കാര്യങ്ങളും പുതിയ തൊഴിൽ നിയമത്തിൽ പറയുന്നുണ്ട്. എല്ലാത്തരം ജോലികൾക്കും എല്ലാ സ്ഥാപനങ്ങളിലും സ്ത്രീകളെ നിയമിക്കുക, സ്ത്രീകൾക്ക് തുല്യവേതനം നൽകുക എന്നീ കാര്യങ്ങളും പുതിയ തൊഴിൽ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നു. കോഡുകളെല്ലാം നിലവിൽ വന്നെങ്കിലും ഈ നിയമങ്ങളെ സംബന്ധിച്ചുള്ള കേന്ദ്ര സംസ്ഥാന ചട്ടങ്ങൾ ഇനിയും നിലവിൽ വന്നിട്ടില്ല. ആയവ നിലവിൽ വരുന്ന മുറയ്ക്കു മാത്രമേ കോഡുകളുടെ യഥാർത്ഥ ചിത്രം വെളിവാകുകയുള്ളൂ. പുതിയ തൊഴിൽ നിയമങ്ങളിൽ തൊഴിലുടമയ്ക്ക് അനുകൂലമായ പ്രാധാന്യമുള്ളതുമായ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. മുൻപ് ഒരു സ്ഥാപനത്തിൽ 50 തൊഴിലാളികൾ ഉണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൽ സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് നിർബന്ധമാക്കിയിരുന്നു. പക്ഷേ പുതിയ തൊഴിൽ നിയമപ്രകാരം ആയത് 300 തൊഴിലാളികളുള്ള സ്ഥാപനത്തിലേക്ക് നിജപ്പെടുത്തിയിരിക്കുന്നു. പണിമുടക്ക്, ലോക്കൌട്ട് എന്നിവ നടത്തുന്നതിന് 14 ദിവസത്തെ നോട്ടീസ് നൽകണമെന്നും
പുതിയ നിയമത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. തൊഴിൽ സേനയിലെ വനിതാ പങ്കാളിത്തം ഏറെ ശ്രദ്ധേയമാണ്. വനിതകൾക്ക് എല്ലാ സ്ഥാപനങ്ങളിലും രാത്രിയിലുൾപ്പെടെ എല്ലാത്തരം ജോലികളിലും ഏർപ്പെടാൻ അനുവാദമുണ്ട്. അവരുടെ സമ്മതത്തിനും ആവശ്യമായ സുരക്ഷാ നടപടികൾക്കും ഇത് വിധേയമായിരിക്കും. ഉയർന്ന വരുമാനം നേടുന്നതിന് വനിതകൾക്ക് തുല്യ അവസരങ്ങൾ ലഭിക്കും. എല്ലാ സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ തൊഴിലാളികൾക്കും 2020 സാമൂഹിക സുരക്ഷാ സംഹിതയിൽ ഉൾപ്പെട്ട ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ട്. ജീവനക്കാരുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കിയായിരിക്കും അർഹത. ഓഡിയോ വിഷ്വൽ ആൻഡ് ഡിജിറ്റൽ മീഡിയ, ഖനി, അപകടകരമായ വ്യവസായങ്ങൾ, ടെക്സ്റ്റൈൽസ്, ഡോക്ക്, കയറ്റുമതി തുടങ്ങിയ മേഖലകളിലെ തൊഴിലാളികൾക്കും പുതിയ നിയമങ്ങളിലെ ആനുകൂല്യങ്ങൾ ബാധകമാണ്. തോട്ടം തൊഴിലാളികളെ സാമൂഹിക സുരക്ഷാ കോഡിന്റെ പരിധിയിൽ കൊണ്ടുവന്നു. 10-ൽ കൂടുതൽ തൊഴിലാളികളോ 5 ഹെക്ടറോ അതിൽ കൂടുതലോ ഉള്ള തോട്ടങ്ങൾക്ക് തൊഴിൽ കോഡുകൾ ബാധകമാണ്. ഇത്തരം നിയമങ്ങൾ തോട്ടം തൊഴിലാളികളുടെ ദീർഘനാളത്തെ ആവശ്യം സാക്ഷാത്കരിക്കുന്നതായി ഇടുക്കിയിലെ കേരള അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് സൊസൈറ്റി ചെയർമാൻ ആന്റണി കണ്ടിരിക്കൽ പറഞ്ഞു. തോട്ടമേഖലയുമായി ബന്ധപ്പെട്ടുണ്ടായ പുതിയ തൊഴിൽ നിയമങ്ങൾ വളരെയേറെ സ്വാഗതാർഹമാണ് എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ജീവനക്കാരുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ സേവന വേതന വ്യവസ്ഥകൾ ഏറ്റവും ഫലപ്രദമായി നടപ്പിലാക്കുന്നതിന് ഉതകുന്ന നിർദ്ദേശങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. സ്ത്രീ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ തുല്യവേതനം, തുല്യ ജോലിക്ക് തുല്യവേതനം എന്നുള്ള കാഴ്ചപ്പാടും, അതോടൊപ്പം തന്നെ തോട്ടം മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ലഭ്യമാകേണ്ട ആനുകൂല്യങ്ങൾ, പ്രത്യേകിച്ച് അപ്പോയിൻമെൻറ്റ് ഓർഡർ പോലെയുള്ള കാര്യങ്ങൾ, പ്രസവാവധി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ഇതെല്ലാം വളരെയേറെ വ്യക്തതയോടു കൂടിയാണ് പുതിയ ഈ കരട് നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് തോട്ടം മേഖലയുടെ കരുത്ത് കൂടുതൽ കൂട്ടുന്നതിന് കാരണമാകും. കാരണം ജോലി ചെയ്യുന്ന ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജോലി സുരക്ഷിതത്വം, അതോടൊപ്പം തന്നെ വേജസിനെ സംബന്ധിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാട്, അവരുടെ മക്കളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള സംവിധാനങ്ങൾ, ഇതെല്ലാം കാര്യക്ഷമമായി ഉറപ്പുവരുത്തുന്ന തരത്തിൽ ഈ ബില്ലിൽ ഇത് ക്രമീകരിച്ചിരിക്കുന്നു. അതുവഴി ഇന്ന് തോട്ടം മേഖലയിലുള്ള തൊഴിലാളി ക്ഷാമം അല്ലെങ്കിൽ തൊഴിലാളികൾ കൊഴിഞ്ഞു പോകുന്നൊരു സ്ഥിതിവിശേഷവും അതിൻ്റെ പേരിൽ തോട്ടങ്ങൾ അടച്ചുപൂട്ടപ്പെടുന്നൊരു സംവിധാനവും ഇന്ന് നിലവിലുണ്ട്. അതിനെല്ലാം ഒരു പരിഹാരം ഇതാകുകയും ചെയ്യും. കുറേ കൂടി ആകർഷകത്വം പുലർത്തുന്ന തങ്ങളുടെ ജീവനോപാധിയായി ഇത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഭാവി തലമുറയ്ക്ക് കൂടി ഗുണകരമായ രീതിയിൽ ഇത് മാറ്റപ്പെടും എന്നുള്ള ഒരു ബോധ്യം ജനങ്ങളിൽ എത്തും. അത് തോട്ടം മേഖലയ്ക്ക് കരുത്താർജിക്കുന്നതിനും അതുപോലെ തന്നെ കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തുന്നതിനും എല്ലാം സഹായകരമാകും. പുതിയ പരിഷ്കരണ നിയമങ്ങൾ ഔപചാരികവും അനൗപചാരികവുമായ തൊഴിലാളികൾക്ക് സാമൂഹിക സുരക്ഷയുടെ വ്യാപനത്തെക്കുറിച്ചുള്ള ഒരു വാഗ്ദാനമാണ്. ഇത് കൂടുതൽ തൊഴിലവസരങ്ങൾക്കും വികാസത്തിനും അവസരങ്ങൾ സൃഷ്ടിക്കുന്നു. മൊത്തത്തിൽ ഈ പരിഷ്കാരങ്ങൾ തൊഴിൽ വ്യവസായത്തിന് സ്വാഗതാർഹമായ മാറ്റമാണ്. ലേബർ കോഡുകൾ സംബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ അവസാനിക്കുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കിയത് കൃഷ്ണ പ്രകൃതി. അവതരണം രഞ്ജിത്ത്.